ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് പുതുഞായർ, സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപന ദിനം. സുറിയാനി കത്തോലിക്ക സഭയിലെ സകല വിശ്വാസികൾക്കും ഇന്ന് പുതുഞായർ സ്വാതന്ത്ര്യ പ്രഖ്യാപന ദിവസമാകട്ടെ. ഒരു വിമോചന സമര പ്രഖ്യാപനമാകട്ടെ. സദ്ഭരണത്തിന് ബദലല്ല സ്വയംഭരണം. സൂയി യൂരിസ് സഭ, സ്വയംഭരണ സഭ, സ്വയധികാര സഭ. പക്ഷെ ആ സ്വയംഭരണം മാർപ്പാപ്പയെ ധിക്കരിക്കാനുള്ളതല്ല. സൂയി യൂരിസ് സ്വയംഭരണ സഭ മാർപ്പാപ്പ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കാനുള്ളതല്ല. സ്വയംഭരണ സഭ, സൂയി യൂരിസ് സഭ മാർപ്പാപ്പയെ ധിക്കരിക്കുമെന്ന് പ്രചരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ളതല്ല. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ ശീശ്മയിലേക്ക് നയിക്കുന്ന സഭാ നേതൃത്വം രാജിവെക്കുക. സുറിയാനി കത്തോലിക്ക സഭയിലെ വിമത വൈദികരെ പുറത്താക്കുക. കൂതാശ വിലക്ക് നേരിടുന്ന വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുക. ആഭിചാര കുർബാന അർപ്പിക്കുന്ന വൈദികരെ പുറത്താക്കുക. അക്രമകാരികളായ വൈദികരെ പുറത്താക്കുക. സുറിയാനി കത്തോലിക്ക സഭയെ മത തീവ്രവാദ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുന്ന അൽമായ മുന്നേറ്റക്കാരെ പുറത്താക്കുക. എറണാകുളത്തെ മറ്റൊരു കാശ്മീരാക്കാൻ ശ്രമിക്കുന്ന അൽമായ മുന്നേറ്റക്കാരെ പുറത്താക്കുക. ഇന്ന് അൽമായര് അവരെവിടെയായാലും കുർബാനയ്ക്ക് പോയാൽ അവിടെ കുരിശിന് മുമ്പിൽ നിന്ന്, പറ്റുമെങ്കിൽ കുരിശ് തൊട്ട്, മാർ തോമസ് ലീവായി ഉണ്ടെങ്കിൽ മാർ തോമസ് ലീവായിൽ തൊട്ട് ഇങ്ങനൊരു സത്യം ചെയ്യണം. സുറിയാനി കത്തോലിക്ക സഭയെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാണൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൽസ്ലീവായുടെ മുമ്പിൽ ഒരു മനുഷ്യച്ചങ്ങല തീർത്ത് ഈ പ്രതിജ്ഞ എടുക്കണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന വചനം നിവൃത്തിയാക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ആരെങ്കിലും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ അത് നഷ്ടപ്പെടുത്തിയാൽ അത് സംരക്ഷിക്കും. ഈ വചനം നിവൃത്തിയാക്കാനുള്ള സമയം വന്നിരിക്കുന്നു. നഷ്ടപ്പെടുത്തുന്നതിലൂടെയാണ് സംരക്ഷിക്കുക. ഇത് ദൈവരാജ്യത്തിൻ്റെ രീതിയാണ്, നീതിയാണ്. മാത്രമല്ല, യേശുവ ജോഷയുടെ കുടുംബം, ജോഷ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും കർത്താവായ ദൈവത്തെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവായ ദൈവത്തെ സ്നേഹിക്കും. ഇന്ന് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപന സമരമാണ്, വിമോചന സമര പ്രഖ്യാപനമാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം? സുറിയാനി കത്തോലിക്ക സഭയെ ശീശ്മയിലേക്ക് നയിക്കുന്ന സഭാ നേതൃത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിനം. സീറോ മലബാർ സഭയെ പാഷാണ്ഡതയിലേക്ക് സഭാ നേതൃത്വത്തിൽ നിന്ന്, വിമത വൈദികരിൽ നിന്ന് വിമോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ദിനം. ഇന്ന് മുതൽ നമ്മുടെ സമരമുറകൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് പുതുഞായറാണ്. പുതുഞായർ എന്ന് പറഞ്ഞാൽ പുതിയ മനുഷ്യൻ, അതായത് ദൈവം തന്നെയായ മനുഷ്യൻ. അതാണ് പുതിയ മനുഷ്യൻ, യേശു. അവസാനത്തെ ആദാം, അവസാനത്തെ മനുഷ്യൻ എന്നൊക്കെ പൗലോസിലേക്ക് പറയുന്നു. കംപ്ലീറ്റ് മാൻ എന്നാണ് അതിന് ബെനഡിക്ട് മാർപ്പാപ്പ കൊടുക്കുന്ന നിർവചനം. എസ്കാത്തോസ് ആദാം എന്ന വാക്കിന് എല്ലാം തികഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനിലേക്ക് അവൻ്റെ വിലാപ്പുറത്ത് തൊട്ട് അവിടുന്ന് ഒഴുകിയ രക്തത്താലും വെള്ളത്താലും ഒട്ടിച്ച് ചേർക്കപ്പെട്ട തോമാസ് ലീഹ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ പാർശ്വത്തിൽ കൈവച്ച് വിശ്വാസം പ്രഖ്യാപിച്ച തോമാസ് ലീഹ. ആ തോമാസ് ലീഹയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ. ആ തോമാസ് ലീഹ രക്തം ചിന്തിയാണ് ആ വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചത്. നമുക്കിപ്പോൾ അതിന് സമയമായിരിക്കുന്നു. കർത്താവിൻ്റെ വിലാപ്പുറത്ത് കൈവച്ച്, അത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാത്രം വിലാപ്പുറമല്ല, പാർശ്വമല്ല, അത് സത്യത്തിന് വേണ്ടി മരിച്ച ശാശ്വതമായ അടയാളമാണ്. സത്യത്തിന് വേണ്ടി മരിച്ചതിൻ്റെ ശാശ്വതമായ അടയാളമാണ്. ആ വിലാപ്പുറത്ത് കൈവച്ച് നമുക്കും പ്രഖ്യാപിക്കാം, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നമുക്ക് ഈശോയുടെ കൂടെ പോകാം. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നമുക്ക് ഈശോയുടെ കൂടെ പോകാം. ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. ഈ തിന്മയുടെ ശക്തിയിൽ നിന്ന്, ശീശ്മയിലേക്ക് നയിക്കുന്ന സഭാ നേതൃത്വത്തിൽ നിന്ന്, വിമത വൈദികരിൽ നിന്ന് നമ്മുടെ സഭയെ വിമോചിപ്പിക്കാനുള്ള സമരമുറ. നമ്മുടെ സമരമുറകൾ അത് കലഹത്തിൻ്റെയും ബഹളത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും അല്ല, മറിച്ച് നമ്മുടെ അതത് ഇടവകകളിൽ നമ്മൾ നടത്തുന്ന ശാന്തമായതും എന്നാൽ ഗാംഭീര്യമാർന്നതുമായ സമരമാണ്.
വല്ലപ്പോഴും ഒരിക്കൽ നമുക്ക് വലിയ സമ്മേളനങ്ങളോ മറ്റോ ഒക്കെ നടത്താം. പക്ഷേ ഓരോ ഇടവകയിലും നമ്മൾ ഈ ഒരു പ്രഖ്യാപനം നടത്തുകയും ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇന്നൊരു ദിവസം ഇന്നൊരാളെങ്കിൽ ഒരാൾ, നാളെ രണ്ടെങ്കിൽ രണ്ട്, മറ്റന്നാൾ മൂന്നെങ്കിൽ മൂന്ന്, അങ്ങനെ മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണ് ശീഷ്മയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നീതി കിട്ടുമോ? അവരിൽ നിന്ന് സത്യം കിട്ടുമോ? അവർ നീതി നടപ്പാക്കുമോ? അവർ കർത്താവിന് വേണ്ടി നിലകൊള്ളുമോ? ഇല്ല. അപ്പം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ തന്നെ പോരാടേണ്ട സമയമാണിത്. അതിനാൽ ഇന്ന് സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപന ദിവസമായി ആചരിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പറ്റുന്ന ആളുകളെയൊക്കെ സംഘടിപ്പിക്കുക. ഈ വീഡിയോ പരമാവധി ആളുകൾ കൊണ്ടുപോവുക. എന്നിട്ട് ഒരു ഇടവകയിൽ എത്ര പേർ സംഘടിപ്പിക്കാൻ പറ്റുമോ അത്രയും പേര്, ഒരു വീട്ടുകാരെങ്കിൽ ഒരു വീട്ടുകാർ കുരിശിന് ചുറ്റും നിന്ന് പറ്റുമെങ്കിൽ കൈകോർത്ത് പിടിച്ച ഒരു മനുഷ്യ ചങ്ങലയായി നിന്ന് ഈ സ്വാതന്ത്ര്യ വിമോചന പ്രഖ്യാപനം നടത്തണം. അങ്ങനെ സഭാ നേതൃത്വത്തിന് ഒരു താക്കീതും മുന്നറിയിപ്പും കൊടുക്കണം. അങ്ങനെ ആയിരിക്കട്ടെ ഈ പുതുഞായർ ആഘോഷമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മൾ എല്ലാവരുടെയും കൂടി ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.